ആദ്യം വരാൻ ഞാൻ മടിച്ചു. പിന്നെ ഇക്ക നിർബന്ധിച്ചോണ്ടാ ഞാൻ വന്നത്. അത് ഉമ്മയുടെ പരാക്രമങ്ങൾ കാണാനല്ല, റസിയെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം. ഞങ്ങളുടെ ഈ വരവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും റസിയുടെ സങ്കടങ്ങൾ മുഴുവൻ മാറില്ലെന്നും ഉമ്മാക്ക് മാറ്റൊന്നും വരില്ലെന്ന് അറിയാനിട്ടും അല്ല. ഒരിത്തിരി ആശ്വാസം റസിയക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? കരയാണ്ടിരിക്കെ, ഞങ്ങളൊക്കെ ഇല്ലേ? അല്ല, നേരത്തെ റുക്കിയ ഫോണിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നോ? ഞാനത് അപ്പോഴേ മറന്നു. ഒന്നുമില്ലെങ്കിലും നിങ്ങളെ പെങ്ങളല്ലേ കിണറ്റി ചാടാൻ തുടങ്ങിയത്. തീർന്നു തന്നെയല്ലേ? ആരൊക്കെയോ പിടിച്ചു വെച്ചുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. അതൊന്നും അങ്ങനെ തീരുന്ന ജന്മല്ല ആയിഷ. എന്റെ കുടുംബത്തിലുണ്ടായ അബദ്ധങ്ങളാ എന്റെ കൂടപ്പുറപ്പുകൾ. അതിലേറ്റവും വലിയ അബദ്ധ എന്റെ പെങ്ങൾ ഖദീസ. ആ ഭാഗം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ആലിക്കുട്ടി അസംകുട്ടിയൊക്കെ ഓളെ നന്നാക്കാണ്ടിരിക്കേ എന്താച്ചാ ചെയ്തോട്ടെ. ആ, അവിടുന്നാവും എടുത്തുകൊണ്ടൊരു. ഹലോ, എന്തേന്നോ? ഞമ്മളെ പെങ്ങൾക്ക് ഒരു അപകടം വന്നപ്പോ ഒന്നും അറിയാത്ത പോലെ നിക്കയ്യോടെ. അതിനും മാത്രമുള്ള വലിയ അപകട? എന്തേ, പൊരേന്റെ അകത്ത് ബോംബ് പൊട്ടിയോ? അതോ ഓളെ വല്ല ടാങ്കർ ലോറി മുട്ടിയോ? അതോ വല്ല സുനാമിയിലും പെട്ടോ? ഇതിലേത് വകുപ്പപ്പെട്ട അപകട നമ്മളെ പെങ്ങക്കുണ്ടായത്? ജി കളിയാക്കണ്ട. ഈ വീട്ടിലെ മനസ്സമാനം നശിച്ചു അറിഞ്ഞില്ലേ? അതൊക്കെ പറയാൻ എന്താ ഉള്ളത്? ഈയൊക്കെ അല്ലേ അവിടെ ഉള്ളത്. പോരാത്തതിന് പരീതും അസംകുട്ടിയുണ്ട്. ഇനി ഈ ജന്മത്തില് ആ കുടുംബത്തില് സമാധാനം സ്വസ്ഥതയുണ്ടാവോ? എന്താ എന്റെ നാവിറങ്ങിപ്പോയോ? ഈയൊക്കെ എന്ത് ന്യായം ഉണ്ടായിട്ടാ ഖദീസായിക്ക് ചായക്കാരൻ പിടിക്കാൻ ചെന്നിരിക്കണത്? ആ പെൺകുട്ടിയും കൂട്ടക്കാരും എന്നോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തിരിക്കണത്? അനക്കൊല്ലിയെ കെട്ടിച്ചു വിട്ട 3 എണ്ണം. ഇന്ത്യൻ 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു തന്നെയാ. അവർക്കാണ് ഈ ഗതി വന്നതെങ്കിലോ? ആ ബോധം നമുക്ക് എപ്പോഴും വേണം. ജി പറഞ്ഞു വരുന്നത് ഞമ്മളെ പെങ്ങൾക്കൊരു പ്രശ്നം വന്നാ ഞമ്മൾ ഇടപെടണ്ടാന്നോ? എന്ന് ഞാൻ പറഞ്ഞില്ല. മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ സഹായിക്കുകയൊക്കെ വേണം. ഇതങ്ങനെയാണോ? അവനവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വരുത്തി വെക്കുന്ന വെറും കുടുംബകലഹങ്ങളല്ലേ ഇതൊക്കെ. അതിലൊന്നും ഇടപെട്ട് നേരം കളയാൻ എന്നെ കിട്ടൂല. ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞ് എന്നോട്ട് വിളിക്കും വേണ്ട. ഇപ്പൊ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, അത് ഫോണിൽ കൂടി ആയിപ്പോയി. നേർക്ക് നേരാണെങ്കിലേ ഒരു വെറും വർത്താനം. കാര്യം എന്തൊക്കെ ആയാലും കൂടപ്പറപ്പുകൾ തമ്മിൽ ഇങ്ങനെ സ്വരച്ചേർച്ചയില്ലാണ്ട് കഴിയണത് കാണുമ്പം സങ്കടം തന്നെയാ. ഇങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രമിച്ചാ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. അതെന്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് ആയിഷ. ഇതില് വാദിയും പ്രതിയും പെണ്ണാ. എന്നാണോ തമ്മിൽ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കുന്നത് അന്ന് തീരും എല്ലാ പ്രശ്നങ്ങളും. എന്തായാലും നിങ്ങളൊന്ന് അതുവരെ പോയി സമാധാനപ്പെടുത്തി പോരി. ചെന്നില്ല എന്നുള്ള പരാതി വേണ്ട. അങ്ങനെ ആരുടെയും പരാതി തീർക്കാൻ വേണ്ടി അവിടം വരെ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല.